നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇടയിൽ തടസ്സം എന്താണെന്ന് നോക്കാം. നമുക്ക് ഇടയിൽ ബ്ലോക്കേജസ് എന്താണ്, അതായത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം മുന്നോട്ട് പോകുന്നതില്ല, സ്മൂത്തായിട്ട് പോവുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു അടുപ്പം, സ്നേഹം, അങ്ങനെയെല്ലാം അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന എന്താണ് നമുക്ക് നോക്കാം. ബ്ലോക്കേജസ് എന്താണ്, അതിനാദ്യം ഞാൻ ഫീലിങ്സ് എടുത്ത് തുടങ്ങാം, പിന്നെ അവിടെ നിങ്ങളുടെ ബ്ലോക്കേജസ് നോക്കാം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് എന്നുകൂടി നോക്കാം. ഓക്കെ, സോ 3 സെക്ഷനായിട്ട് പറയാം. ഓക്കെ, ആദ്യം പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കുന്നു. പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് എനർജി. വീൽ ഓഫ് ഫോർച്യൂൺ, ടെമ്പറൻസ് ആൻഡ് മജീഷ്യൻ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നാണ്. അതായത് സിറ്റുവേഷൻ ഇതുവരെ മോശമായിരുന്നെങ്കിൽ അത് ബെറ്റർ ആക്കണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് എന്തായിരുന്നോ പാസ്റ്റിൽ അത് മാറ്റാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ ടെമ്പറൻസ് ആൻഡ് മജീഷ്യനാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും വേണം അവരുടെ കൂടെ എന്നവർക്ക് നല്ലോണം ഉണ്ട്. ആൻഡ് ഇത് സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ 2 സിറ്റുവേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പും പിന്നെ വേറെ ഒരു അവരുടെ ലൈഫിലെ കാര്യങ്ങൾ. ഒന്ന് അവരുടെ ജോലി ആയിരിക്കാം ചിലവർക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മീൻസ് അവരുടെ ഫാമിലി ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രണ്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈഫിലുള്ള മറ്റു കാര്യങ്ങൾ. ആൻഡ് ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് മറ്റു കാര്യങ്ങളും. സോ അതിനെല്ലാം ബാലൻസ് ചെയ്ത് അവർ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്നാണ് അവർക്ക് ആഗ്രഹം. ഒരു പീസ്ഫുൾ ആയിട്ട് പോകണം, കോംപ്രമൈസിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങളെ വേണം തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളെ വേണം എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വെക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത് അവർ അവർ വെയിറ്റ് ചെയ്യാണ്. ടൈം എപ്പോൾ ചേഞ്ച് ആവും, ടൈം എപ്പോൾ മാറി വരും, എപ്പം നമ്മളെല്ലാം ബെറ്റർ ആവും എന്ന രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതാവുന്നതിൽ നിന്ന് തടസ്സം എന്താ വരുന്നത്, നമുക്ക് ഇപ്പം എന്താണ് തടസ്സപ്പെടുത്തുന്നത്? പേഴ്സൻ്റെ ഭാഗത്താണോ അതോ എക്സ്റ്റേണൽ എന്തെങ്കിലും കാര്യങ്ങളാണോ? വാട്ട് ഈസ് ദ ബ്ലോക്കേജ്? എന്താണ് ഈ ബന്ധത്തിൽ തടസ്സം കാണുന്നത്? ഓക്കെ, കുറച്ച് പേർക്ക് മാരേജ് എനർജി എനിക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി എന്ന രീതിക്ക് എടുത്തോളൂ. സോ യെസ്, പേഴ്സണ് ശരിക്കും നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്, അവർക്ക് വേണം നിങ്ങളെ. ഓക്കെ, അത് ഉറപ്പ് തന്നെയാണ്. ഫീലിങ്സും ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു 6 ഓഫ് സോർഡ്സ് എനർജി ടവർ ഉണ്ട് ഇവിടെ. എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട് എന്ന രീതിയിലാണ്. ആൻഡ് അകൽച്ചയ്ക്ക് റീസൺ എനിക്കിവിടെ കാണുന്നത്, ഒന്ന്, കുറച്ച് പേർക്ക് ജോലി, ഫൈനാൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടില്ല പേഴ്സൺ എന്ന രീതിക്കായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെയും പറയാം. നിങ്ങളുടെ പേഴ്സൺ വേണ്ട എഫേർട്ട് ഇട്ടില്ല, അവർ മറ്റു കാര്യങ്ങളിലേക്ക്, അവരുടെ ജോലിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് അവർ കോൺസെൻട്രേഷൻ കൊടുത്ത് കാണാം. ഫാമിലിയിലേക്ക് പ്രയോറിറ്റി കൊടുത്ത് കാണാം. സോ അങ്ങനെ ഒരു കാര്യം, അവർ വേണ്ട എഫേർട്ട് നിങ്ങളുടെ ഇതിൽ ചെയ്തിട്ടില്ല എന്ന രീതിക്കാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഫീലിങ്സ് ഉണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, ആൻഡ് ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിക്കാണ്. നമ്മൾ 9 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ ആഗ്രഹം ഫുൾഫിൽ ആവുക എന്ന രീതിക്ക് പറയാം. അത് നിങ്ങളെ നേടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മളതിന് വേണ്ട പിന്നെ ആൾ റിലാക്സായി, അങ്ങനെ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റിലാക്സായി. അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ആ ബന്ധം അവിടെ ഉണ്ട്. ഓക്കെ, അതങ്ങനെ അതിൽ എഫേർട്ട് ഇടണം എന്ന രീതിക്ക് അവർക്ക് ഒരു തോന്നലില്ലാതെയായി. മേ ബി നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെപ്പോഴും അങ്ങോട്ട് കെയർ ചെയ്ത് നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. സോ അതിൻ്റേതായ ആ ഒരു അവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നല്ല ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. പക്ഷേ നമ്മൾ പറയില്ലേ, ഒരു കിട്ടിക്കഴിഞ്ഞാൽ, നേടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു സമയം, കാര്യങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞു വരും. കാരണം ഓൾറെഡി നേടിക്കഴിഞ്ഞു അല്ലേ, നിങ്ങളെ അവർ നേടിക്കഴിഞ്ഞു. അത് അവർക്ക് പക്ഷേ സ്നേഹമുണ്ട്, ഉള്ളിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ പുറമേ കൂടി നമുക്ക് കാണിക്കണം അല്ലേ, പുറമേ കാണിക്കണം, അല്ലെങ്കിൽ ആ ബന്ധത്തിന് വേണ്ട എഫേർട്ട് കൊടുക്കണം, സമയം കൊടുക്കണം, എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ നമ്മൾ വേണ്ടത് ചെയ്യണം. പക്ഷെ അവരത് ചെയ്യാതെയായി, ബിക്കോസ് അവർ റിലാക്സ് ആയി കുറച്ചൊക്കെ. ഓക്കെ, നിങ്ങൾ യെസ് അവരെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അതിനൊരു വേണ്ട എഫേർട്ട് അവർ ചെയ്യാതെയായി എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ
ക്വീൻ ഓഫ് വോൺസ് എനർജി ഉണ്ട്. നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത് നിങ്ങളെ കാണുന്നത് അവരത്രയും മേ ബി അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ വ്യക്തിയാണ്, നിങ്ങൾക്ക് അവരെ അത്രത്തോളം ആവശ്യമില്ല, അല്ലെങ്കിൽ ആവശ്യം മീൻസ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, ആ ഒരു നമ്മൾ കൂടെയുണ്ട്, ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി, അങ്ങനെ നമ്മൾ കാണുമ്പോൾ പിന്നീട് അങ്ങോട്ട് ആ ഒരു എഫേർട്ട് ഇടാതെയാവും. കുറച്ച് പേർക്ക് ഇവിടെ ഫാമിലി തടസ്സമായിരിക്കാം. ഓക്കെ, അതെനിക്ക് കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു ടവർ മൊമെന്റ് വന്നു നിങ്ങൾ തമ്മിൽ. ഓക്കെ, ആൻഡ് 6 ഓഫ് സോർട്സ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ആക്ച്വലി മാരേജ് എനർജി നല്ലോണം വരുന്നുണ്ട് എനിക്ക്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണിന് ലൈഫിൽ ഒരു ഫാമിലി ഉണ്ട്. അതിപ്പോൾ മാരേജ് ആവാം, അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി, അവർ പാരൻസോ എന്ത് തന്നെ ആവാം. കൂടുതലും മാരേജ് ഓഫ് ഇതാണ് കാണുന്നത്. ആക്ച്വലി 6 ഓഫ് പെന്റിക്കിൾസ് വീണ്ടും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. അവർക്ക് മറ്റ് കാര്യങ്ങളിൽ കൂടി അവരുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അവർ അതിനൊക്കെ എനർജി കൊടുത്തു, അവരുടെ എഫേർട്ട് അങ്ങോട്ട് ഇട്ടു. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതെയായി അവർ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇവിടെ. എന്തായാലും ആ പേരിൽ നിങ്ങൾ തമ്മിലൊരു ടവർ മൊമെന്റ് വന്നായിട്ട് കാണുന്നുണ്ട്. വേറെന്താ ബ്ലോക്കേജ്, ഒന്നുകൂടി കുറച്ചുകൂടി നമുക്ക് ക്ലാരിഫിക്കേഷൻ എടുക്കാം. എന്താണ് ഇവിടെ തടസ്സം നിങ്ങളുടെ ഇടയിൽ? ടേബിൾ, കിങ് ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, ഇവിടെ എനിക്ക് ഒരാൾ വിട്ടുപോയതായിട്ട് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒരാൾ ഗിവ് അപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളായിരിക്കും. ഓക്കെ, മിക്കവാറും നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ അവർക്ക് മറ്റ് പ്രയോറിറ്റീസിലേക്ക് അവരതിലേക്ക് ശ്രദ്ധ കൊടുത്തു. അവർക്ക് ചെയ്യാനുള്ള ജോലിക്കായിരിക്കാം, ഫ്രണ്ട്സിനായിരിക്കാം, ഫാമിലിക്കായിരിക്കാം. ഓക്കെ, അങ്ങനെ പല കാര്യത്തിലേക്കും അവരവരെ ശ്രദ്ധ കൊടുത്തു. നിങ്ങൾക്കുള്ള ഒരു എന്താ അവർ കെയർ അവർ തന്നില്ല. ഓക്കെ, ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ട്. 7 ഓഫ് സോർഡ്സ് ഉണ്ട്, സീക്രട്ടീവ് ആയിട്ട് കാണുന്നുണ്ട്. അഗൈൻ ഞാൻ നേരത്തെ ഫാമിലി എന്നൊക്കെ പറയുന്നത്. സോ കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട് ഇവിടെ. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിൽ അത്രയും ഫീലിംഗ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ മനസ്സിൽ അത്രയും ഫീലിംഗ്സ്. ആക്ച്വലി നൈറ്റ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് ഒക്കെ പറയുന്ന സ്നേഹമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, പുറത്ത് കാണിക്കുന്നില്ല. ഓക്കെ, അഗൈൻ ഇവിടെ പിന്നെ ഗോസിപ്പ് എന്ന രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ചില ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇടയിൽ ഗോസിപ്പ് ഉണ്ടാക്കി കാണാം. നിങ്ങളെ പറ്റി എന്തെങ്കിലും അവരോട് തെറ്റായി പറഞ്ഞു കൊടുത്തു, അവരെ പറ്റി നിങ്ങളോട് പറഞ്ഞു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇടയിൽ കുറച്ച് പേർക്ക് വരുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. എനിവേ ഇവിടെ പേഴ്സൺ തീരുമാനമെടുത്തില്ല, നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെ നിങ്ങളെ അവോയ്ഡ് ചെയ്തു, നിങ്ങളെ മാറ്റി നിർത്തി, അവർ ആ റിലേഷൻഷിപ്പിന് വേണ്ട എഫേർട്ട് ഇട്ടില്ല എന്ന രീതിക്ക് കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് വാക്ക് തന്നു, ദാറ്റ് ഓക്കെ നമ്മൾ തമ്മിൽ യാത്ര പോവാം, നമ്മൾ തമ്മിൽ കാണാം, മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർ അവോയ്ഡ് ചെയ്ത് നടന്നു നിങ്ങളെ. ഓക്കെ, അത് അവോയ്ഡ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല. അഗൈൻ ഞാൻ പറയുന്നു, ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവർ ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നില്ല. ഓക്കെ, അവർ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇവിടെ ഒരു വാക്കിംഗ് അവേ എനിക്ക് കാണുന്നുണ്ട്. ഒരു വളരെ ടയർഡായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് മടുത്തു ഇതിൽ എഫേർട്ട് ഇട്ടിട്ട്. ഓക്കെ, ഇവിടെ ഗിവിങ് അപ്പ് എനർജി എനിക്ക് കാണുന്നുണ്ട്. ഒരാൾ വാക്ക് അവേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ അവർ മാറിപ്പോയതായിരിക്കാം. സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ്റെ എനർജി വന്നു. നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒന്നും കാണാതെ ആകുമ്പോൾ അല്ലേ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം മാറിപ്പോയത്. ബട്ട് ഇപ്പോൾ നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് ഞാൻ എടുക്കാം. ഈ ഡെക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് എന്താ കാണുന്നത് നോക്കാം നമുക്ക്. ഈ തടസ്സം യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത്, ഗൈഡൻസ് എന്താ പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ ഞാൻ ടാരോ കൂടി എടുക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ? കമ്മിറ്റ്മെന്റ്, സീക്രട്സ്, അഗൈൻ 7 ഓഫ് സോർഡ്സ്, സീക്രട്സ്, തേർഡ് പാർട്ടി എനർജി. ഓക്കെ, ഡിസഗ്രിമെന്റ്സ്, 5 ഓഫ് സോർഡ്സ് ഞാൻ പറഞ്ഞു, സെൽഫ് ലവ്, ഡേ ഡ്രീമിങ്, ഗിൽറ്റി, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന്, സീക്രട്ടീവായിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സമയം തന്നിട്ടില്ല, അതുകൊണ്ട് ഓക്കെ. പ്ലസ് തേർഡ് പാർട്ടിയുടെ എനർജി കൂടിയുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെവിൾ എനർജി വന്നതുകൊണ്ട് മേ ബി സീക്രട്ടീവായിട്ട് ചില കാര്യങ്ങൾ കാണുന്നുണ്ട്, സീക്രട്സ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി കൂടി ഉണ്ടാവാം. ഓക്കെ, പക്ഷെ അതങ്ങനെ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. ഞാൻ ഇപ്പോഴേ പറയാം, ഡെവിൾ എനർജിയാണ്. ഡെവിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ടെംപ്ടേഷൻ, നമ്മൾ പറയില്ലേ, ഒരു അട്രാക്ഷൻ, ടെംപ്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, സീക്രട്സ് ഉണ്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ആ പേരിൽ നിങ്ങൾ തമ്മിൽ
നിങ്ങളുടെ പേഴ്സൺ ഗിൽറ്റി ആണ്. അവർക്ക് നന്നായിട്ട് അറിയാം. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർക്ക് നന്നായിട്ട് അറിയാം ദറ്റ് അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് സീക്രറ്റ്സ് വെച്ചിട്ടുണ്ട്. അവരെല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. I know I haven't told you everything എന്നാണ്. ഓക്കെ, തേർഡ് പാർട്ടി, there were other things that got the way of us together, being together. പല കാര്യങ്ങളും ഇടയിൽ വന്നിട്ടുണ്ടാവും. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ പല എനർജിയും വന്നു. നമുക്ക് കുറച്ച് പേർക്ക് ഫൈനാൻസ് ആണ്, കുറച്ച് പേർക്ക് ഫാമിലി ആണ്, അങ്ങനെ എനർജീസ് വന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളിലേക്ക് അവർ പ്രയോറിറ്റി കൊടുത്തു, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അവർ മറ്റു കാര്യങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, മറ്റുള്ളവർക്ക് സമയം കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങളെ ഒന്ന് അധികം അവർ കൺസിഡർ ചെയ്തില്ല, അതാണ്ടായത്. എനിക്ക് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അവർ ഒരിക്കലും നിങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നിങ്ങളെ വേണം. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. പക്ഷേ അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഒരുപാട് നിങ്ങളെപ്പറ്റി സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ദിവാസ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നങ്ങളിലെല്ലാം നിങ്ങൾ തന്നെയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഡിസഗ്രിമെൻറ്റ് വന്നു. ഐ വിഷ് യു വുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. അവർ പറയുന്നത് അവരെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ചെയ്ത കാര്യങ്ങൾ അവർ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അവർക്കറിയാം അവർ ചെയ്ത് തെറ്റാണ് എന്നവർക്കറിയാം. ആൻഡ് ഇവിടെ നിങ്ങളോട് ഒരു ഒറ്റ അഡ്വൈസേ ഉള്ളൂ, സെൽഫ് ലവ്. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്ന് വെച്ച് നിങ്ങൾക്കൊരിക്കലും വാല്യൂ ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. ഓക്കെ, അവർ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രയോറിറ്റി കൊടുത്തു എന്നുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, പക്ഷെ അവർ പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് അവർക്ക് തോന്നി യെസ് നിങ്ങളെപ്പോഴും കൂടെ ഉണ്ട് എന്ന രീതിക്ക് വരിക. നിങ്ങൾ വിട്ടുപോകുന്ന ഒരിക്കലും അവർ കരുതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നവർ ഒരിക്കലും കരുതില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട എഫേർട്ട് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്ന സെൽഫ് ലവ് ചെയ്യാനാണ്. ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാം. സോ ഇങ്ങനെ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിങ്ങൾ നിൽക്കണോ വേണ്ടേ എന്നുള്ള ചോയ്സ് നിങ്ങളുടെയാണ്. വോക്ക് അവേ ചെയ്യണോ, നിങ്ങൾ അവിടെ നിൽക്കണോ, നിങ്ങൾ ആലോചിക്കൂ. ഓക്കെ, പേഴ്സൺ ഈ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് വേണോ നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, സപ്റ്റി കേട്ടോ, ഞാനൊന്നും ഇതാക്കല്ല, നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ അവിടെ അവസരം കൊടുക്കുമ്പോൾ നിങ്ങൾ വേദനിക്കാതിരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. എനിക്ക് കുറച്ച് അഡ്വൈസ് ഉണ്ട്. ഐ ഹോപ്പ് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ തമ്മിലൊരു സ്പേസ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാറി നിൽക്കൽ ഇവിടെ കാണുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഓക്കെ, സബോട്ടാജ്, ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവർ സ്വയം ആക്ച്വലി അവർക്ക് അറിയാം ഞാൻ സ്വയം ചെയ്ത കുഴിച്ച കുഴിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അവരെ വിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് ചിലപ്പോൾ ഇപ്പോൾ അധികം അങ്ങോട്ട് എനർജി കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കറിയാം അവർ ചെയ്ത തെറ്റ് തന്നെയാണെന്ന്. മിസ്റ്റേക്സ്, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. നിങ്ങളുടെ പേഴ്സൺ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ന്യൂ ചാപ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു മൂവ് ഓൺ. മേ ബി നിങ്ങൾക്കായിരിക്കാം ഇത് അഡ്വൈസ്, ദാറ്റ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കൂ എന്ന്. പേഴ്സണിനെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക ഇനി. ഓക്കെ, അവരോട് പിന്നാലെ പോകാതിരിക്കുക, എക്സ്പ്ലനേഷൻ ചോദിക്കാതിരിക്കുക, എക്സ്പ്ലനേഷൻ പറയാതിരിക്കുക. ഓക്കെ, ഇനി അവരായിട്ട് തീരുമാനിക്കട്ടെ, അവർക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്ത് അവർ മനസ്സിലാക്കട്ടെ. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും കൺഫ്യൂഷനിലാണ് എന്നാണ് പറയുന്നത്. സോ ബി കെയർഫുൾ. ഓക്കെ, തിരിച്ചു വന്നാലും ഓക്കെ അവരെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോഴും അത് പിന്നെയും നിങ്ങൾക്ക് വേദനകൾ തന്നുകൊണ്ടിരിക്കും. സോ ആ സൈക്കിൾ മാറ്റണമെങ്കിൽ ആക്ച്വലി ഇവിടെ ഫസ്റ്റ് വന്ന കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ സൈക്കിൾസിനെ കുറിച്ച് പറയാം. അതായത് ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ട് എനർജി, അല്ലെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുക. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മാരേജ് പോസിബിൾ ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആ തരേണ്ട സമയം കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും വിഷമമാണോ വരുന്നത് അതുകൂടി നിങ്ങൾ നോക്കാം. ഓക്കെ, എന്നിട്ട് തീരുമാനം എടുക്കുക. അല്ല ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യണം. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ അല്ല, ബട്ട് വേൾഡിനെയാണ് നമ്മൾ പറയാന്നാലും ചില കർമ്മ എന്ന് പറയാം. ഓക്കെ, കാർമിക് സൈക്കിൾ എന്ന് വിളിക്കാം. ആ കാർമിക് സൈക്കിൾ എൻഡ് ആവണമെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യാൻ തുടങ്ങണം. ഇങ്ങനെ ഈ പേഴ്സൺ വീണ്ടും തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, പിന്നെയും അവർ വിട്ട് മാറിപ്പോയി, അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ആ കർമ്മ ആ സൈക്കിൾ ബ്രേക്ക് ആവണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരിക. ആൻഡ് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മാറ്റങ്ങൾ. ഓ വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഹേസ് ഓഫ് കപ്സ് ബോട്ടം ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും അവരുള്ളിൽ സ്നേഹമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയനും പോസിബിൾ ആണ്. പക്ഷെ അത് നല്ല രീതിക്ക് വരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ഈ വീണ്ടും ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല അല്ലേ. സോ എനിവേ, നിങ്ങൾ തമ്മിലുള്ള ബ്ലോക്കേജസ് പല കാര്യങ്ങളാണ്, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും സിറ്റുവേഷൻ. ബട്ട് പേഴ്സൺ നിങ്ങളെ പ്രയോറിറ്റി തരുന്നില്ല, അതൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കും.
ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.